ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ VS എന്ന് അനുസ്മരിച്ചുകൊണ്ട് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ഇന്ന് പുറത്തിറങ്ങിയ വാരാന്ത പതിപ്പിൽ വന്ന ലേഖനത്തിലാണ് മുൻ MLA-യും CPM-ൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള കോട്ടയത്തു നിന്നുള്ള നേതാവ് മുൻ MP-യും കൂടിയാണ് അദ്ദേഹം സുരേഷ് കുറുപ്പ് എഴുതുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ VS എന്നുള്ള ഓർമ്മക്കുറിപ്പാണത്. അതിലിങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തട്ടകമായ, അതായത് VS-ൻ്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VS-ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കവയ്യാതെ VS വേദി വിട്ട് പുറത്തിറങ്ങി ഏകനായി ദുഃഖിതനായി. പക്ഷേ തലകുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചില്ല. ഇതിൽ ആദ്യത്തെ വരി ഒഴികെ ബാക്കി എല്ലാ വരികളും നമ്മൾക്ക് അനുഭവമുള്ളതാണ്. നമ്മൾ കണ്ടതാണ് VS വേദി വിട്ട് പോകുന്നതും. VS ഏകനായിരുന്നു, അദ്ദേഹം എന്തോ ഒരു അധിക്ഷേപം അവിടെ നടന്നിട്ടുണ്ട്, ആ അധിക്ഷേപത്തിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നീട് വാർത്തകൾ കണ്ടതാണ്, നമ്മൾ ദൃശ്യങ്ങളിലും കണ്ടതാണ്. ആലപ്പുഴ സമ്മേളനം നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VS-ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന സുരേഷ് കുറുപ്പിൻ്റെ വരികളാണ് ഇപ്പോൾ ചർച്ചയാകാൻ പോകുന്നത്. കാരണം ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മുൻപ്, ആലപ്പുഴ സമ്മേളനത്തിന് മുൻപ് തിരുവനന്തപുരം സമ്മേളനം കാലത്ത് തന്നെ ചർച്ചയായതാണ്. അന്ന് ഒരു യുവ നേതാവാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് VS-ന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൊട്ട് മുന്നേ 3 ദിവസം മുൻപാണ് CPM-ൻ്റെ മുതിർന്ന നേതാവായിരുന്ന പിരപ്പൻകോട് മുരളി, തിരുവനന്തപുരത്തുള്ള നേതാവായിട്ടുള്ള പിരപ്പൻകോട് മുരളി മാധ്യമങ്ങളെ കണ്ടത്, മാധ്യമങ്ങളോട് സംസാരിച്ചതും. അപ്പോൾ ഒരു യുവ നേതാവിൽ നിന്ന് ഇപ്പോൾ കൊച്ചു പെൺകുട്ടിയിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ട്വിസ്റ്റ് മാറുന്നത്. അതായത് പിരപ്പൻകോട് മുരളിയും മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിരുന്നതുമായ കഥയിൽ അല്ലെങ്കിൽ വാർത്തകളിൽ ഇതൊരു യുവ നേതാവായിരുന്നു പറഞ്ഞിരുന്നത് എന്നാണ്. അതിൽ പിന്നീടാണ് സ്വരാജിൻ്റെ പേരിലേക്ക് അത് വരുന്നതും സ്വരാജാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന പരാമർശം നടത്തിയത് എന്ന വാദം മറ്റു ചിലർ ഉയർത്തുകയും ചെയ്തു. അത് MV ഗോവിന്ദൻ പേരെടുത്ത് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്തു. സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് MV ഗോവിന്ദൻ, CPM-ൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അങ്ങനെ പറയുകയും ചെയ്തു, വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പിരപ്പൻകോട് മുരളി പറഞ്ഞത്, ഞാൻ സ്വരാജിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വരാജിൻ്റെ പേരിലേക്ക് ഇത് കൊണ്ടുപോകുന്നതെന്ന് പിരപ്പൻകോട് മുരളിയും ചോദിച്ചു. അങ്ങനെ സ്വരാജിൻ്റെ പേര് ഇതിൽ ചർച്ചയാകേണ്ട കാര്യമില്ല എന്ന് പിരപ്പൻകോട് മുരളി പറയുന്നു. പിന്നീട് പാർട്ടി സെക്രട്ടറി നിഷേധിക്കുന്നു. അത് കഴിഞ്ഞാണ് ആലപ്പുഴ സമ്മേളനത്തിലാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന പരാമർശം, അല്ലെങ്കിൽ VS-ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പാർട്ടിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞതായിട്ട് CPM-ൻ്റെ മുതിർന്ന നേതാവും VS-നോട് അടുത്ത ബന്ധമുള്ള സുരേഷ് കുറുപ്പാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് ആലപ്പുഴ സമ്മേളനത്തിൽ എന്നുള്ളതാണ് ഇതിൻ്റെ കൗതുകം. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ VS എന്ന് പറയുന്നതിൽ അദ്ദേഹം വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ VS അച്യുതാനന്ദൻ്റെ കൺമുന്നിൽ വളർന്നൊരു രാഷ്ട്രീയ നേതാവ് എഴുതിയ ഓർമ്മക്കുറിപ്പാണ് എന്നാണ് ഇതിൻ്റെ തുടക്കം. എതിരാളികളെ സന്ദേഹമേതുമില്ലാതെ വെട്ടിനിരത്തുന്ന VS-നെയും തനിക്ക് വെട്ടുകൊള്ളുമ്പോൾ ധീരതയോടെ പോരാടുന്ന VS-നെയും, അതാണ് ഇപ്പോൾ ഈ തനിക്ക് വെട്ടുകൊള്ളുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു. ആ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ഏകനായി മൂകനായി ആ അധിക്ഷേപം സഹിക്കവയ്യാതെ പാർട്ടി സമ്മേളനത്തിന് ഇറങ്ങിപ്പോകുന്നു. എന്തുകൊണ്ടാണ് പാർട്ടി സമ്മേളനത്തിന് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് കുറുപ്പ് പറയാൻ ശ്രമിക്കുന്നതും പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പരാമർശം ആലപ്പുഴ സമ്മേളനത്തിലാണ് ഉണ്ടായത്. ആ അധിക്ഷേപത്തിൽ മനംനൊന്താണ് അദ്ദേഹം ആ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത് എന്നാണ് സുരേഷ് കുറുപ്പ് പറയാൻ ശ്രമിക്കുന്നത്.